അതുകൊണ്ട് തന്നെ പലതും ജീർണിച്ച അവസ്ഥയാണ്. അകത്ത് കടന്നാൽ ക്ലാസ് മുറിക്കകത്ത് പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചുകളാണ് കുട്ടികൾക്ക് ഇരിക്കാനുണ്ടായിരുന്നത്. ചില തട്ടുമുട്ട് വിദ്യകൾ കൊണ്ട് നിർത്തിപ്പോരുന്ന ബെഞ്ചുകളായിരുന്നു അത്. കുട്ടികൾ എത്ര എണ്ണം ഉണ്ടായാലും ആവശ്യമായ മറ്റ് സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. ചിലയിടങ്ങളിൽ ശുചിമുറികൾ വേണ്ട തോതിലുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി കടന്നാൽ ലാബ് സൗകര്യം തീരെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ തലമുറ ഈ വിദ്യാലയങ്ങളിലൂടെ പഠിച്ചു വന്നവരാണ്. എന്നാൽ ആ പഠിച്ചു വന്ന ആ തലമുറയുടെ പിൻഗാമികൾക്ക്, അവരുടെ മക്കൾക്ക്, അവര് ഈ പൊതുവിദ്യാലയത്തിൽ അയക്കണ്ട എന്ന നിലപാടിലേക്ക് എത്തി. അവരെ പൊതുവിദ്യാലയങ്ങളിൽ അയക്കാത്ത സ്ഥിതി വന്നു. ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ എണ്ണം ഓരോ സ്കൂളിലും ഭീമമായി കുറഞ്ഞു. ഏകദേശം 5 ലക്ഷം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. മാത്രമല്ല, സ്കൂളുകളെ ഒരു പ്രത്യേക ഗണത്തിൽപ്പെടുത്തി. അതിൽ അനാദായകരം എന്ന വിശേഷണത്തോടെ 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന രീതിയിൽപ്പെട്ടു. പല സ്കൂളുകളും നേരത്തെ അടഞ്ഞുപോയി. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവമായിരുന്നു. അപ്പോൾ ഇനി പൊതുവിദ്യാഭ്യാസ രംഗം അതിൻ്റെ യശസ്സോടെ നമ്മുടെ നാട്ടിൽ തിരിച്ചു വരില്ല. നാടിങ്ങനെയായിപ്പോയി എന്ന ധാരണയാണ് എല്ലാവർക്കും ഉണ്ടായത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും അതിൽ വല്ലാതെ വേദനിച്ചു. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ള അവസ്ഥ അതായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ആ വാഗ്ദാനം നിറവേറ്റാൻ 2016 തന്നെ നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ സ്കൂളുകളെ വലിയ തോതിൽ മാറ്റി തീർത്തു. വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെട്ടു. ക്ലാസ് മുറികൾ
ആ ഘട്ടത്തിൽ തന്നെ 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി. സ്കൂളുകൾ ഹൈടെക്കായി. ആവശ്യമായ എല്ലാ സൗകര്യവും ലാബടക്കം സജ്ജീകരിക്കുന്ന നിലയുണ്ടായി. നമ്മുടെ കുട്ടികൾ ആധുനിക കാലത്ത് എങ്ങനെ വിദ്യാലയത്തിൽ പഠിക്കണമോ ആ തരത്തിലുള്ള വിദ്യാലയങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതോടൊപ്പം അക്കാദമിക് രംഗത്തും വലിയ തോതിൽ ഇടപെടലുണ്ടായി. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം കുട്ടികളിലും രക്ഷിതാക്കളിലും വലിയ മതിപ്പ് സൃഷ്ടിച്ചു. അതിൻ്റെ എല്ലാം ഫലമായി 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിൽ വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാണ്. നീതി ആയോഗിൻ്റെ അടക്കം അംഗീകാരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലക്കാണ് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. 5000 കോടി രൂപയാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഈ രീതിയിൽ മാറ്റി തീർക്കുന്നതിന് ചെലവഴിച്ചത്. അതോടൊപ്പം സ്കൂളുകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി വലിയ മാറ്റം, വലിയ പങ്ക് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അവിടെയുള്ള അധ്യാപക രക്ഷാകർതൃ സംഘടനയും എല്ലാം വഹിക്കുന്ന നിലയുണ്ടായി. അങ്ങനെ നാടാകെ ചേർന്നുകൊണ്ടുള്ള വലിയ മാറ്റമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. ഇന്ന് ലോകത്തിലെ ഏത് ഭാഗത്തുമുള്ള ഉയർന്ന അക്കാദമിക് മികവോടെ പ്രവർത്തിക്കുന്ന വിദ്യാലയവുമായി കിടപിടിക്കാവുന്ന പൊതുവിദ്യാലയങ്ങളാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളും. ആ ഒരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ 10 വർഷം മുൻപുള്ള നിങ്ങളിൽ ചിലർ അന്ന് അനുഭവിച്ച മറ്റൊരു പ്രയാസം, അത് കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ നിസ്സഹായരായതാണ്. ഞാൻ പറഞ്ഞു വന്നത് 10 വർഷം മുൻപ് നിങ്ങൾ ചിലർ കുട്ടികളുടെ മുന്നിൽ തീർത്തും നിസ്സഹായാവസ്ഥയായ കാര്യമാണ്. നിസ്സഹായാവസ്ഥയിലായി. കാരണം കുട്ടിക്ക് പഠിക്കാൻ പുസ്തകം വേണം. നിങ്ങൾ അധ്യാപകരാണ്. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. പുസ്തകം കുട്ടിക്ക് കൊടുക്കാനാവുന്നില്ല. പുതിയ പുസ്തകം ലഭിക്കുന്നില്ല. ജൂൺ മാസം സ്കൂൾ തുറക്കുമല്ലോ. ആ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ
ആ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ എത്തിക്കണം എന്ന് അധികൃതർ ചെറിയ തോതിലൊന്ന് മനസ്സിരുത്തിയിരുന്നെങ്കിൽ പാഠപുസ്തകം വൈകില്ലല്ലോ. കാരണം പാഠപുസ്തകം അച്ചടിക്കാനുള്ള പ്രസ്സുണ്ട്, അവരച്ചടിച്ച് തീർത്തോളും. പക്ഷേ സമയത്തിന് ഓർഡർ കൊടുക്കണം. അന്ന് നിങ്ങളിൽ ചിലർ പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളുടെ മുന്നിൽ തടി രക്ഷപ്പെടുത്തേണ്ടി വന്നു. നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായതുകൊണ്ട് KSTLയുടെ അധ്യാപകർ മാത്രമല്ല, എല്ലാ അധ്യാപകരും ഈ തരത്തിൽ പലരും പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്ന നിലയുണ്ടായി. അങ്ങനെയും ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി 16 2-3 ദിവസം മുൻപാണ് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ വെച്ച് അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന നിലയുണ്ടായി. അപ്പോൾ മാറ്റം കാണണം. ആ മാറ്റം എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു ഊനവും തട്ടരുത് എന്ന നിർബന്ധം, ആ സാമൂഹ്യ പ്രതിബദ്ധത തലപ്പത്തിരിക്കുന്നവർക്ക് വേണം. അപ്പോഴാണ് മറ്റ് തടസ്സങ്ങളില്ലാതെ പുസ്തകം തയ്യാറാക്കാനാകും. ഇനി ജൂൺ മാസത്തിലേക്ക് ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചും ഏപ്രിലും മെയ്യും 3.5 മാസം ബാക്കി നിൽക്കുകയല്ലേ. അപ്പോഴേക്കും പുസ്തകങ്ങൾ റെഡിയായിരിക്കുന്നു എന്നർത്ഥം. ഈ തരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആശ്ചര്യപ്പെട്ടു പോയി. സാധാരണ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഏത് കാര്യവും രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കാൻ ശ്രമിക്കും. പക്ഷെ ഇതുപോലൊരു കാര്യത്തെ എതിർക്കാനും പരിഹസിക്കാനും ആരെങ്കിലും തയ്യാറാകും? പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഈ പുസ്തകം കൊടുക്കലിനെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുക. തുഗ്ലക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതൊരു തുഗ്ലക് നയമാണെന്നാണ് പറഞ്ഞത്. അതിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഭരണകർത്താവായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്ന നിലയുണ്ടായത്. ആ കാലത്ത് തങ്ങൾക്ക് സംഭവിച്ച വീഴ്ച സമ്മതിക്കാനല്ല, അത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നതായി കണ്ടത്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് രാജ്യം അംഗീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു എന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായി നിങ്ങൾ പ്രമേയവും അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങൾ മതനിരപേക്ഷതയുടെ
ശക്തമായ വിളനിലമായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വലിയ തോതിലുള്ള മാനവിക ബോധവും പരസ്പര സ്നേഹവും നല്ല തോതിൽ ഉയർന്നു വരുന്ന ഇടമാണ് വിദ്യാലയങ്ങൾ. അവരെ കളിച്ചും പഠിച്ചും വളരുന്ന കളരി അത് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. ഒരു ഭേദചിന്തയും അവരുടെ ഇടയിലില്ല. ഒരു തരത്തിലുള്ള കാലുഷ്യവും ആ മനസ്സിലില്ല. പക്ഷെ അവിടെ ബോധപൂർവം കാര്യങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി തൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെ, തൻ്റെ സഹപാഠികളെ തന്നെ ചിലരെ വേർതിരിച്ച് കണ്ട് അവരെ ശത്രുക്കളായി കാണുന്നു. അതിന് കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. അതിനു പറ്റിയ വിഷവിത്ത് കുട്ടിയുടെ നിർമ്മലമായ മനസ്സിൽ ഇടുന്നു. അത് വർഗീയതയുടെ ഭാഗമായി വരുന്നതാണ്. അതിനെ നിസ്സാരമായി കാണരുത്. മതനിരപേക്ഷതയുടെ വിളനിലമായി തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് അധ്യാപകർ. ആ പങ്ക് കൃത്യമായി വഹിക്കാൻ കഴിയണം. നാട് ഉപേക്ഷിച്ച പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോഴുണ്ട്. അത്തരം ശ്രമങ്ങൾ ബോധപൂർവം നടക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ശരിയായ ശാസ്ത്രചിന്ത വളർത്താൻ നമുക്ക് കഴിയണം. അതിലും പ്രധാന പങ്ക് അധ്യാപകർക്ക് വഹിക്കാനുണ്ട്. മുൻപും പല വേദികളിൽ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഇവിടെയും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ക്ലാസ്സിൽ വന്നൊരു ദിവസം ഞങ്ങളോട് പറഞ്ഞ കാര്യം, അക്കാലത്ത് വസൂരിയുണ്ട്. ഈ വസൂരി രോഗം ഇന്നെങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ കാലത്തുണ്ടായിരുന്നൊരു വിശ്വാസം, അതിനൊരു ദേവിയുണ്ട്, അല്ലെങ്കിൽ ദേവതയുണ്ട്. ആ ദേവി വന്നിങ്ങനെ ആ വിത്ത് എറിയാണ്, അത് ആളുകളുടെ ശരീരത്തിൽ കൊണ്ട് അത് പകരുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസം ആ കാലത്തുണ്ടായിരുന്നു. അന്ന് ചില ക്ഷേത്രങ്ങളിൽ അവിടെ ചില കോമരങ്ങളുണ്ടാവും. ആ കോമരങ്ങൾ ആളുകളുടെ മുന്നിൽ ഈ കൈക്കുള്ളിൽ വസൂരിയുടെ വിത്ത് കാണിക്കും. അപ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണല്ലോ. എല്ലാവരും ആശ്ചര്യത്തോടെ ഈ കോമരത്തെ ഈ ദേവിയുടെ പ്രതിപുരുഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഭക്തരുടെ കണ്ണിലുള്ള അമ്മയുടെ കയ്യിൽ
ഈ വസൂരി വിത്ത് കാണുക. ഈ മാഷ് ഞങ്ങളോട് ചോദിച്ചു, എടാ ഈ വസൂരി വിത്ത് കാണണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ നല്ലതുപോലെ മുറുക്കി പിടിച്ചു. കുറേ കഴിഞ്ഞിട്ട് കൈ നിവർത്തി. ഈ വിരൽ അമർന്ന സ്ഥാനത്ത് നല്ല ചുവന്ന് കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഈ കോമരം കാണിക്കുന്ന വസൂരി വിത്ത്. ഞങ്ങളെല്ലാവരും അന്നത്തെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ആ ഇളം മനസ്സിൽ എന്താണ് വസൂരി എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. പക്ഷെ നിങ്ങളും ആ അധ്യാപകരുടെ പിൻതലമുറയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ നിങ്ങളുടേതായ ഇടപെടലിലൂടെ ശാസ്ത്രചിന്ത വളർത്താൻ സഹായിക്കുന്ന ഇടപെടലുകൾ, അത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കൽ, അതുണ്ടാകണം എന്നതാണ് പ്രധാനം. ഇവിടെ നമ്മുടെ രാജ്യത്ത് പ്രത്യേക അന്തരീക്ഷം വരുത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വർഗീയവാദികളാൽ കൊല ചെയ്യപ്പെട്ട സംഭവം. ഇപ്പോൾ കുട്ടികൾ ആ ഗാന്ധി വധം പഠിക്കേണ്ടതില്ല എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് നിലപാട്. എന്താ കാരണം? ഗാന്ധിയെ വധിച്ചവരെ മറച്ചു വെക്കണം, ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരെ മാറ്റിക്കളയണം. ആ വധത്തിൽ പങ്കുള്ളവരെ വീരപുരുഷന്മാരായി വലിയ തോതിൽ ആദരിക്കുകയാണ്. അതും നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനം, അത് നമ്മുടെ കേരളമാണ്. ഈ ഗാന്ധിവധം പാഠഭാഗങ്ങളിൽ നിന്ന് നീക്കാതെ അത് പ്രത്യേകമായി പഠിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇത് നാം കാണേണ്ടതാണ്. ചരിത്രത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുക, യഥാർത്ഥ ചരിത്രം മറച്ചു വെക്കാൻ നോക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുഗൾ ഭരണം ഒരു കാലഘട്ടമാണ്. എന്നാൽ ആ മുഗൾ ഭരണം എന്നൊരു കാലമേ ഇല്ല. അത് മാറ്റിക്കളിയാണ്, പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ചരിത്രത്തെ വികൃതമാക്കുകയാണ്, തങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റി തീർക്കുകയാണ്. അവിടെ യഥാർത്ഥ ചരിത്രം ശരിയായ രീതിയിൽ പഠിപ്പിക്കാനും രാജ്യത്തിൻ്റെ ഭൂതകാലം എടുക്കുമ്പോൾ ഈ പറഞ്ഞ മുഗൾ ഭരണകാലം ഉണ്ടായിരുന്നു എന്നതുകൂടി കുട്ടികൾ പഠിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഈ കേരളം മാത്രമാണ്. എങ്ങനെ കേരളം വേറിട്ടു നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. ചരിത്രത്തെ തിരുത്തി എഴുതുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ചരിത്രമെന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. നാം നടത്തിയ സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരം ജനങ്ങളാകെ പങ്കുവച്ചുകൊണ്ട് നടന്നതാണ്. അതിന് വിവിധ ധാരകളുണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും ബ്രിട്ടീഷുകാർ ഇവിടുന്ന്
ഒഴിഞ്ഞു പോവുക, പൂർണ്ണ സ്വാതന്ത്ര്യം, അതായിരുന്നു എല്ലാവരുടെയും മുദ്രാവാക്യം. വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചവരുണ്ട്. ഇതിനകത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാതെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് പിന്തുണ കൊടുത്ത് ബ്രിട്ടീഷ് വൈസ്രോയിയെ തന്നെ നേരിട്ട് നാം തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, നിങ്ങളിവിടെ തുടരുന്നതിൽ ഞങ്ങൾക്കൊരു ഭിന്നതയുമില്ല, നിങ്ങൾ തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. നിർഭാഗ്യവശാൽ ആ കൂട്ടരുടെ പിന്തുടർച്ചക്കാർക്കാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരം നിയന്ത്രിക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നപ്പോൾ അപമാനകരമായൊരു ചിത്രമാണ് ആ ചരിത്രം പഠിച്ചാലുണ്ടാവുക. ഇപ്പോൾ തങ്ങൾ അധികാരം നിയന്ത്രിക്കുന്ന ഒരു രാജ്യത്ത് തങ്ങൾക്ക് അപമാനം വരുത്തുന്ന ചരിത്രം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് അവരെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ചരിത്രം തിരുത്തുന്നു, പുതിയ ചരിത്രം എഴുതാൻ തയ്യാറാകുന്നു. അതിലൂടെ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ഇനിയുള്ള കാലം മുഴുക്കെ ബ്രിട്ടീഷ് പാദസേവ ചെയ്ത് നല്ല ഉത്തമ വിശ്വസ്തനായി പ്രവർത്തിച്ചു കൊള്ളാം എന്നെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാപ്പ് വാങ്ങി ജയിലിൽ നിന്നിറങ്ങി വന്ന അത്തരം ആളെ സാധാരണ ഏത് സമരപ്രസ്ഥാനവും വഞ്ചകൻ എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുക. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ യഥാർത്ഥത്തിൽ വഞ്ചിച്ച ആ മനുഷ്യനെ നാം കാണുന്നു വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയായി അവരോധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അതോടൊപ്പം അപരമത വിദ്വേഷം വലിയ തോതിൽ പടർത്താനുള്ള നീക്കങ്ങളും നടക്കുകയാണ്. ഇത് ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനനുസരിച്ച് നിങ്ങൾ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നവരാണ്. ആ തലമുറയിൽ ശരിയായ ആശയങ്ങൾ എത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് നിങ്ങൾ കാണുന്നു. അതോടൊപ്പം നമ്മുടെ നാട് നല്ല സ്നേഹസമ്പന്നരായ ജനങ്ങളുള്ള നാടാണ്. ഉയർന്ന സാംസ്കാരിക നിലവാരം പുലർത്തുന്ന നാടാണ്. ഈ നാടിൻ്റെ തനിമ തകർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ കാലത്ത് ചിലർക്ക് എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഏത് ഹീനമാർഗം സ്വീകരിക്കുന്നതിനും മടിയില്ല. അവർ വ്യക്തികളല്ല, വലിയ മാഫിയ സംഘമായി വളർന്നിരിക്കുന്നു. അതിലേറ്റവും കടുത്ത മാഫിയയാണ് ഡ്രഗ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ. അവര് ചില രാജ്യങ്ങളിലെ ഗവൺമെന്റിനേക്കാളും ശക്തിയുള്ളവരാണ്. അവര് ഇളം തലമുറയെ ലക്ഷ്യമിടുകയാണ്. മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ എല്ലാ തരത്തിലും നശിച്ചു പോവുകയാണ്. ഇത് ഗൗരവമായി കണ്ടുകൊണ്ടാണ് മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും
എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയത്, നാടാകെ ചേർന്നുകൊണ്ട് നടത്തിയത്. ആ ക്യാമ്പയിൻ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാവമാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. എന്താണെന്ന് അന്വേഷിച്ച് അതിൽ മാറ്റം വരുത്താൻ ഇടപെടാൻ നിങ്ങൾക്കാവണം. ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇപ്പോൾ അതിനുണ്ട്. കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തലല്ല, ചേർത്ത് പിടിച്ച് തിരുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്ന കുട്ടികളിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ സ്കൂളുകളിൽ കുട്ടികളുടെ മെൻറ്റർമാർ വേണമെന്ന് നിശ്ചയിച്ചത്. ഏതാനും കുട്ടികളെ നിരന്തരം വീക്ഷിക്കുന്ന അധ്യാപകർ, കുറച്ച് കുട്ടികളെ ഒരധ്യാപിക ആ തരത്തിൽ നിരീക്ഷിക്കുക, ഏത് പ്രശ്നവും മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ കുട്ടി നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അത് ഉപകരിക്കും. രക്ഷിതാക്കളുമായും ബന്ധപ്പെടാനാകും. അങ്ങനെ വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് നിറവേറ്റാനുള്ളത്. നിങ്ങളെല്ലാവരും ആവശ്യമായ വിദ്യാഭ്യാസം നേടി യോഗ്യതയോടെ അധ്യാപകരായി മാറിയവരാണ്. പക്ഷേ നിങ്ങളുടെ പഠനം അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. കാലവും ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന് വിധേയരായ കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അവരുടെ മുന്നിൽ പുതിയ അറിവുകൾ ധാരാളമായി നിങ്ങളുടെ കയ്യിലുണ്ടാവണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കണം. അതിന് നിങ്ങളുടെ പഠനം തുടരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ കുട്ടികളെ പുതിയ കാലത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ആ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള കോഴ്സുകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പല ഇടപെടലുകളും സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല, അതിനു പുറമെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഇന്നത്തെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വിജ്ഞാനം സമ്പാദിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. നാം ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹം കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പറയുന്ന നവകേരളം ആ രീതിയിലുള്ളതാണ്. നവകേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോയില്ല. വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രശ്നങ്ങൾ അതും ചിലത് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നവകേരള നിർമ്മിതി എന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും സർവതലസ്പർശിയായ വികസനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമറിയണം. സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനമാണ് അതോടൊപ്പം ഉദ്ദേശിച്ചത്. നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും ഓരോ വ്യക്തിയും വികസനത്തിൻ്റെ സ്വാദറിയണം. ഇതാണ് നാം ഉദ്ദേശിക്കുന്ന വികസനം. ഏതെങ്കിലും ഒരു പ്രദേശമോ ഏതെങ്കിലും ഒരു വിഭാഗമോ വികസിച്ചു വരലല്ല. നാടാകെ, ജനങ്ങളാകെ അതിൻ്റെ ഭാഗമാകണം. അതിലൂടെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാര തോത് ഉയർത്തുക. ഇന്നതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നിങ്ങളേവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇതേവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ KSTAയുടെ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.